നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ എപ്പിസോഡിൽ പറയുവാൻ പോകുന്ന വിഷയം മമ്മൂട്ടിയും മാനവികതയും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് അടിക്കൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. മമ്മൂട്ടിയും മാനവികതയും. മമ്മൂട്ടിയെക്കുറിച്ച് നമുക്കറിയാം. 19 വർഷമായി മമ്മൂക്ക മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി, മെഗാസ്റ്റാറായി നിറഞ്ഞു നിൽക്കുന്നു. 74 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിന് ഒരു ഉടവും തട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റിനായി ഇപ്പോഴും നിർമ്മാതാക്കളും സംവിധായകരും നീണ്ട ക്യൂവിലാണ്. തികഞ്ഞ അർപ്പണബോധത്തിൻ്റെയും കഠിനാധ്വാനത്തിലൂടെയും അദ്ദേഹം തൻ്റെ താരസിംഹാസനം ഉടയാതെ കാത്തു സൂക്ഷിച്ചു പോരുന്നു. ഇപ്പോഴത്തെ പുതുതലമുറയിലെ നടീനടന്മാർക്ക് മമ്മൂക്ക ശരിക്കും ഒരു പാഠപുസ്തകമാണ്. ശരിക്കും ഒരു സെലിബ്രിറ്റിയായ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നതിന് ഏറ്റവും ഉദാഹരണമാണ് മമ്മൂക്ക. ഈ 50 വർഷ കാലയളവിൽ തമിഴാവട്ടെ, തെലുങ്കാവട്ടെ, മലയാളമാവട്ടെ, കന്നഡയാവട്ടെ, ഈ ഭാഷയിലൊക്കെയുള്ള നടീനടന്മാരെക്കുറിച്ച് എത്രയോ ഗോസിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മമ്മൂക്കയെക്കുറിച്ച് ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ഗോസിപ്പ് വന്നതായി നമുക്ക് അറിവുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതാണ് മമ്മൂക്ക. ഇതര നടീനടന്മാർ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിച്ച് ഇതര നടന്മാർ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കും. പക്ഷേ മമ്മൂട്ടി കടുത്ത ഡയറ്റിങ്ങിലൂടെയും മനോനിയന്ത്രണത്തിലൂടെയും തൻ്റെ ശാരീരിക സൗന്ദര്യം നിലനിർത്തിപ്പോരുന്നു. ഈ 75-ാം വയസ്സിലും ഒരു 30-കാരൻ്റെ ഗ്ലാമറും ചുറുചുറുക്കുമാണ് മമ്മൂട്ടിക്ക്. പുതുതലമുറയിലെ നടീനടന്മാർക്ക് മമ്മൂട്ടിയോട് അസൂയ തോന്നുന്നതിൽ നാം അമ്പരക്കേണ്ട കാര്യമില്ല. അതുപോലെ മമ്മൂക്ക മറ്റു നടന്മാരെ പോലെയല്ല. അദ്ദേഹം പുതുമുഖങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നൽകും. മമ്മൂട്ടിയുടെ കാരുണ്യത്തിൽ സംവിധായകരും നടന്മാരുമായ എത്രയോ പേരുണ്ട് ഇവിടെ. ബ്ലസ്സി, ലാൽ ജോസ്, അൻവർ റഷീദ്, അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. മമ്മൂട്ടിക്ക് തികഞ്ഞ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തെന്ന് നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ. എങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അദ്ദേഹം ഒരുപോലെ സ്വീകാര്യനാണ്. മറ്റു നടന്മാർ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളിൽപ്പെട്ട് പ്രശ്നത്തിൽപ്പെടുമ്പോൾ മമ്മൂക്ക അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഒരു പാർട്ടിയെയും വെറുപ്പിക്കാതെ തന്ത്രപരമായി മുന്നോട്ട് നീങ്ങുവാൻ അദ്ദേഹത്തിനറിയാം. ശരിക്കും ഒരു സെലിബ്രിറ്റി എങ്ങനെയാവണം എന്നതിന് ഉത്തമ മാതൃകയാണ് നമ്മുടെ മമ്മൂക്ക. നാം കണ്ടതാണ്. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടന വേളയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എല്ലാവർക്കും കൊടുത്ത അക്ഷതം എന്ന വിശിഷ്ട ഉപഹാരം മമ്മൂക്കയ്ക്ക് നേരെ നീട്ടിയപ്പോൾ ഒരു വൈമനസ്യവും കൂടാതെ അദ്ദേഹം അത് സ്വീകരിച്ചത് നാം കണ്ടതാണ്. അദ്ദേഹം ഒരു അന്യമതസ്ഥനായിരുന്നു എന്നത് പ്രത്യേകിച്ച് ഓർക്കണം.
ഇത്രയൊക്കെ നിഷ്പക്ഷമതിയായിട്ടും മമ്മൂട്ടിയെ കൊന്നു കൊലവിളി നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും അതൊക്കെ മമ്മൂട്ടിയുടെ മതത്തിൻ്റെ പേരിൽ മാത്രമാണ്. പക്ഷേ മമ്മൂക്ക ഒരു വിവാദങ്ങൾക്കും ഇട കൊടുക്കാതെ അതിനെയെല്ലാം ഭംഗിയായി തരണം ചെയ്തു പോകുന്നു. അഭിനയത്തിലും ഡെഡിക്കേഷനിലും മമ്മൂക്ക മറ്റു നടന്മാർക്ക് ഒരു പാഠപുസ്തകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇതര സൂപ്പർ സ്റ്റാറുകൾക്ക്. ഒരു സെലിബ്രിറ്റി എന്നാൽ ശരിക്കും മമ്മൂക്കയെ പോലെ ആവണം. അല്ലാതെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടുകയല്ല വേണ്ടത്. ഇനിയും നമ്മെ വിസ്മയിപ്പിക്കുന്ന വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനോടെ, പൂർണ്ണ ആയുസ്സോടെ, ദീർഘായുസ്സോടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.